ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും ഒരു നല്ല വിശുദ്ധ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും സമാധാനവും സന്തോഷവും ഭക്ഷണവും വസ്ത്രവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാണ്. ദാനമായി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിലെ വഴിയിലെ എല്ലാം കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. തനിയെ ഞങ്ങളെ എങ്ങും അയക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സങ്കടങ്ങളെയും വേദനകളെയും അറിയാവുന്ന എൻ്റെ പൊന്നുകരങ്ങളിലോട്ടാണ് ഏൽപ്പിച്ചു തരുന്നത്. ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണമേ കർത്താവേ, അവരുടെ കണ്ണുനീരിനെ ഒന്ന് തുടയ്ക്കണമേ കർത്താവേ. സകല പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സ്വർഗം ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ അങ്ങേ വിടുകയില്ല കർത്താവേ. യാക്കോബ് മല പിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണം. ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന മക്കൾ, എൻ്റെ കർത്താവേ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ദാനമാണ്. നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ജീവിതം കാളിയെ കാത്തോണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ദൈവകൃപയിൽ വളരുവാനും നല്ല ഭാവിയിൽ എത്തുവാനും ഇടയാക്കണമേ. ശത്രു കാണാതോണം മറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. എൻ്റെ കർത്താവ്, കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സന്തോഷത്തിനായി സമാധാനത്തിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, മദ്യപാനത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. സ്വസ്ഥത കൊടുക്കാത്ത മക്കളുണ്ട് കർത്താവേ. അവരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. മനസ്സലിയണം, കരുണ കാണിക്കണം എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ മാനിച്ച ദൈവം, കരുതിയ ദൈവം ഇന്നും സർവ്വശക്തനായ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനാർഗത്തിൻ്റെ വഴികളെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊന്നും നഷ്ടമായി പോകാൻ സമ്മതിക്കല്ലേ കർത്താവേ. അങ്ങ് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, അവിടുന്ന് അങ്ങയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. തൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ്, ആവശ്യങ്ങൾ അറിഞ്ഞ് വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിക്കുന്നവരെ നീ മാനിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ തിരുമുൻപാകെ കടന്നു വന്നിട്ട് ഒരു മക്കളിൽ ലജിച്ചവൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ല. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചോണേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. നല്ലൊരു ശേഷിപ്പ് ഓരോരുത്തർക്കും കൊടുക്കണമേ. ആരുടെയും വാങ്ങാതെ കൊടുക്കുന്ന മക്കളായി തീരുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിച്ച് നിറയ്ക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്ക് അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ കർത്താവേ, നിരന്തോറും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനേക വിഷയങ്ങൾ ഹല്ലേലൂയ ലോകത്തിൽ വർദ്ധിച്ചു കൊണ്ട് വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ മാനസാന്തരത്തിലാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ നാളുകളിൽ നീ അനേക വൻപന്മാരെ ഹല്ലേലൂയ മാനസാന്തരത്തിലാക്കിയ ദൈവമാ. മനോഹരമായി ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേക ദൈവ മക്കളുണ്ട് കർത്താവേ.
ഈ നാളുകളിലും എൻ്റെ അപ്പൻ്റെ കരമൊന്ന് ചേർത്ത് പിടിക്കണമേ. അതിനായി നിൻ്റെ ദൂതഗണങ്ങളെ നിർത്തണമേ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളെ ഏൽപ്പിക്കുകയാണ്. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ ദൈവം അവരോട് മനസ്സലിയണം കാരണം കാണിക്കണം. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്ത് കൊടുക്കുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണം. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ് കർത്താവേ. എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളൊക്കെ ഉണ്ട് കർത്താവേ. ആമേൻ. കർത്താവ് പുതുവർഷകാലം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട് കർത്താവേ. സമാധാനത്തോടും സന്തോഷത്തോടും പാർക്കുവാൻ പിന്നെയും ഭാഗ്യമൊരുക്കണമേ. എല്ലാ നന്മകളും കൊടുത്ത് നിറയ്ക്കണമേ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവ്. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണ ഒരുക്കണേ അപ്പോൾ അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ കർത്താവേ. ഈ സമയം കർത്താവേ, സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ആശുപത്രി മുറികളിൽ ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഭവനങ്ങളിൽ കിടക്കകളിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുക. കൈകാൽക്ക് ചലനമില്ലാത്തൊരു അതിവേദനയിൽ കൂടി കടന്നു പോകുന്നൊരു ശരീരം മുഴുവൻ നീർക്കെട്ടുള്ളവർ എൻ്റെ കർത്താവേ ഹല്ലേലൂയ ഏൽപ്പിച്ചു തരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ അപ്പോൾ ഹല്ലേലൂയ ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന ജീവിതങ്ങൾ എൻ്റെ ദൈവമേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാല് ചുമിയാല് വിമ്മിഷത്താല് ഭാരപ്പെടുന്നവർ കർത്താവേ. പ്രത്യേകിച്ച് ശ്വാസതകരാറ് ഹല്ലേലൂയ കർത്താവേ ആയി ഭാരപ്പെടുന്നവർ, ഒന്ന് ശ്വസിക്കുവാൻ പോലും കഴിയാതെ ക്ഷീണാവസ്ഥയിൽ ആശുപത്രി മുറികളിലായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം തൻ്റെ മക്കളെ തൊട്ട് ഹല്ലേലൂയ സൗഖ്യം നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറി വിട്ട് ഭവനത്തിലെത്തട്ട് കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്താൻ ഇടയാക്കിക്കാട്ടെ. അങ്ങനെ കർത്താവേ, സ്തോത്രം. മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്തവർ, തലമുടി കൊഴിയുന്നവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, ഉദരത്തിനകത്ത് കർത്താവ് പല അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്നവർ, വയറ്റിൽ മുഴയുള്ള ജീവിതങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരു കാര്യവും അസാധ്യമല്ല. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകും കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളൊരു നാൾ ലജ്ജിച്ചുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. ഞങ്ങൾ ഇന്നും ഹല്ലേലൂയ ജീവിക്കുന്നത് കൃപയാലാ കർത്താവേ. ഞങ്ങളത് തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ഇന്നുവരെയും നിലനിർത്തിയെങ്കിൽ വീണ്ടും ഞങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. എൻ്റെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കരം ആ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരെയും അറിയുന്നവൻ, എല്ലാവരെയും കാണുന്ന കർത്താവ് അവിടുന്ന് ആകിയാൽ അവസ്ഥകൾ അറിഞ്ഞ ഓരോ മക്കളെയും പ്രവർത്തിച്ച് സഹായിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അപ്പോൾ ആരോരുമില്ലാതെ തനിയെ പാർക്കുന്ന അനാഥ വിധവകളുണ്ട് കർത്താവേ. വാർദ്ധക്യ സഹജമായ ഭവനത്തിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. അസ്ഥികൾക്ക് മുഴുവനും വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. അസ്ഥിയൊക്കെയും പൊടിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവെ, സഹായിപ്പാൻ നിൻ്റെ കരമൊന്ന് നീട്ടണമേ. നിൻ്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമേ കർത്താവേ. അലയുവാൻ വലിയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. വിശ്വാസം ചോർന്നുവാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. നീ ഇറങ്ങി അത്ഭുതം ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ആ സന്തോഷത്തിൽ ഞങ്ങളെ ആക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.